ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ജെയിൻ കോസൽ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു അത്ഭുതങ്ങളിൽ ഒന്നാവേണ്ട സംഭവമാണത്. ശരിക്കും പറഞ്ഞ് അതിനെക്കുറിച്ച് ഒത്തിരി ഞാനിങ്ങനെ പറയുന്നില്ല. അത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കല്ലുകൾ, ഭൂമിയുടെ ഒരു അത്ഭുതങ്ങൾ എന്നൊക്കെ പറയാം. അത് സംഭവം കല്ലുകളൊക്കെ വളരെ ശില്പികൾ പണിതതുപോലെ രീതിയിൽ പ്രകൃതി പണിത് വച്ചേക്കുന്നത്. ആ സ്ഥലം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം അതിന് നമ്മളിങ്ങനെ ഒരു ഭയങ്കര അതിമനോഹരമായൊരു സ്ഥലമാണിത്. നമുക്ക് ഇവിടെ പാസ് എടുക്കണം. ഓൺലൈനിൽ എടുക്കാം, അല്ലാണ്ട് അവിടെ ചെന്നും എടുക്കാം. പിന്നെ മെയിൻ ഇവിടെ നമുക്ക് പാർക്കിംഗ് പേ ചെയ്യണം. പാർക്കിംഗ് ഒരു 10 ഉണ്ട്. പിന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ പേ ചെയ്തു. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ മേടിച്ചു. ഡ്രിങ്ക്സൊക്കെ മേടിച്ച് ചെറിയൊരു ബിയറൊക്കെ കഴിച്ച് പയ്യെ ഞങ്ങൾ താഴത്തോട്ട് ബസ്സിൽ പോകാം. നടന്നും പോകാം. കുറേ നടന്ന് ബുദ്ധിമുട്ടി. നമ്മൾ കുറേ നടന്ന് കാലൊക്കെ മടുത്തൊരവസ്ഥയായതുകൊണ്ട് നമ്മൾ പയ്യെ ബസ്സിൽ കയറി താഴത്തോട്ട് പോവുകയാണ്. ബസ്സിന് ഒരാൾക്ക് 1 പൗണ്ട് അങ്ങനെയാണ് ചാർജ്. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തോട്ട് ബസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അതിമനോഹരമായ കാഴ്ചയാണ് താഴെയൊക്കെ കാണുന്നത് കേട്ടോ. ആൾക്കാരപ്പോൾ താഴത്തുനിന്ന് നടന്ന് കയറിയൊക്കെ വരുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതുപോലെ ഒരു ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ് അയർലൻഡ്. ശരിക്കും റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ 5 ഔട്ട് ഓഫ് 5 കൊടുക്കും. അതേപോലൊരു മനോഹരമായ സ്ഥലമാണ് നോർത്തേൺ അയർലൻഡ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തിരിക്കണം. അപ്പം നമ്മളിങ്ങനെ പോയി ചെന്ന് ഒരു ബസ് വന്നപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുശലന്വേഷിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവർ ഡ്യൂട്ടി കഴിയാറായി. ഏകദേശം ഞങ്ങൾ ഡ്യൂട്ടി കഴിയാറായി സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അവരുടെ ഏകദേശം ലാസ്റ്റ് ട്രിപ്പൊക്കെയാണ്. തിരിച്ച് ബസ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ താഴത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി. കണ്ടോ, കല്ലുകൾ കണ്ടോ, അടുക്കി വെച്ചേക്കണ കണ്ടോ. ഭയങ്കര രസമാണ്. എല്ലാവരും അതേ കിടക്കണ കല്ലുകൾ ഇങ്ങനെ നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡായ അതിര പറഞ്ഞത് ഈ കല്ലുകൾ 2 ഐതിഹ്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് വോൾക്കാനിക് ഇറപ്ഷൻ മൂലം ഇങ്ങനെ കല്ലുകൾ അടുക്കടുക്കായിട്ട് പൊങ്ങി വന്നു. മറ്റൊന്ന് പഴയ കാലത്തുള്ള വലിയ ജെയിൻസ് അവർ കോട്ട പണിതാണ് എന്നൊക്കെയാണ് പറയുന്നത്. മലകൾ ചുറ്റി ഒരു രക്ഷയില്ല. അതൊക്കെ കിടക്കുന്ന കല്ലുകളൊക്കെ ഒരുമാതിരി കട്ട് ചെയ്ത് ഭയങ്കര രസമൊക്കെ ഉണ്ട്. കല്ലുകളൊക്കെ കട്ട് ചെയ്ത് പണിത് വെച്ചേക്കുന്ന പോലെ ഭയങ്കര. അതങ്ങനെ അടർത്തിയെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഭയങ്കര സിംഗിൾ പീസാണ്. പക്ഷേ അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഭംഗി. ഞങ്ങളിങ്ങനെ അപ്പോൾ അതൊക്കെ കണ്ട് പയ്യെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഫോട്ടോസ് എടുക്കാൻ റെഡിയായിരിക്കുകയാണ് കേട്ടോ. എവിടെ എങ്ങനെ ഫോട്ടോസ് എടുക്കാം, ഏത് പോസിലെടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് മാള്. ഓക്കെ, ഞാൻ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്ത് പറ്റിച്ച്. എന്നിട്ട് കണ്ടോ, മല കണ്ടോ, ഒരു രക്ഷയില്ല. സംഭവം അടിപൊളി. അത് നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ദ വേൾഡ്. ഓക്കെ, അതാണ് സ്ഥലം. ആ പാറ അവിടെയൊക്കെ അതിൻ്റെ മണ്ടേക്കൂടെയൊക്കെ ആൾക്കാർക്ക് പോകാൻ കേട്ടോ. അതിൻ്റെ മേളിൽ കിടക്കുക. നമ്മൾ എന്നിട്ട് അടുത്ത് ഒരു കാപ്പിയൊക്കെ കുടിക്കുക. അതിന് വീട്ടിൽ നിന്ന് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കട്ടൻ കാപ്പി, ഉണ്ണിയപ്പം, പിന്നെ നെയ്യപ്പം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ, അതിങ്ങനെ കല്ലുകളിങ്ങനെ അടുക്കി അവിടെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിൽ ഒരു വഴിയുണ്ട്. ആ വഴിക്കൂടെ ആൾക്കാരിങ്ങനെ നടന്ന് പോകുന്നുണ്ട്.
അതൊക്കെ ശരിക്കും പറയാൻ നമ്മൾ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണിത്. സോ യു ഗൈസ് ഹാവ്സ് ടു വിസിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ടൈം ഇൻ ദ ലൈഫ് എന്ന് പറയുന്നൊരു പ്ലേസാണ്. കല്ലും നിലുവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ പ്ലേസ്. ഓടി നടക്കുക, പക്ഷേ സൂക്ഷിക്കണം. സോ വാച്ച് എവറി സ്റ്റെപ്സ്. കണ്ടോ, കല്ലുകളൊക്കെ പാകി അടുക്കി വെച്ചേക്കുന്നത്. അതെല്ലാം സൂക്ഷിച്ച് വേണം നമ്മൾ നടക്കാൻ. എല്ലാവരും ടൂറിസ്റ്റുകളെല്ലാം ഫോട്ടോ എടുക്കാനും എല്ലാം വീഡിയോ എടുക്കാനുമുള്ള തിരക്കിലാണ്. മാളും മാതിരിയാണ് ഫോട്ടോ എടുക്കലിൻ്റെ മെയിൻ. നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന നേരത്ത് ബസ്സില്ല, ലേറ്റായി. നമ്മൾ 6 മണി വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 6 മണി കഴിഞ്ഞു ഈവനിങ്. തിരിച്ചു നടന്നു പോകുന്ന ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഇത് നമുക്ക് ക്യാമറയിൽ കാണുന്ന ആ ഒരു ദൃശ്യമല്ല, നേരിൽ കാണുമ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭംഗിയാണ് ആ മലയ്ക്കും കടലിനും ആ കല്ലിനും എല്ലാത്തിനും, ആ പ്രകൃതിക്കും. സോ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പോരാനേ തോന്നില്ല. അതുപോലൊരു സ്ഥലമാണത്. ആ സ്ഥലം മാത്രമല്ല, നോർത്തേൺ ഐലൻഡ് പോയ ഓരോ സ്ഥലവും അതിമനോഹരമാണ്. ഇത് നമ്മുടെ തിരിച്ചു പോകുന്ന വഴി ചെറുതായിട്ടൊരു മഴ പെയ്തപ്പം ആർക്കും കുടയില്ലായിരുന്നു, ജാക്കറ്റും എടുത്തില്ല. സോ ആദ്യം മാത്രം രക്ഷപ്പെട്ടു. 2 ബാഗുള്ളതുകൊണ്ട് ഒരു ബാഗ് തലയിലൊക്കെ വെച്ച് ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു മഴ നനയാണ്ട്. ബാക്കി ഞങ്ങളൊക്കെ മഴ നനഞ്ഞു. ഞങ്ങളത് നനഞ്ഞ് മല കയറുവാൻ തന്നെ തീരുമാനിച്ചു. അവിടെ ദൂരെ ഒരു പാറയുണ്ട്. ആ പാറ ഒരു ക്യാമലിൻ്റെ ഒരു ലുക്കിലാണ് അത് ഇരിക്കുന്നത്, ക്യാമലിരിക്കുന്നത് പോലെ.